Hi everyone. Today our topic is conversion of an expression from infix form to prefix form. Already we discussed the conversion from infix to postfix. You know what is an infix expression, prefix expression and postfix form. In infix, the operator comes in between the operands, whereas in prefix, the operator precedes the operands. And in postfix, the operator comes after the operands. Okay, you know that. And this prefix notation and postfix notation, they are also called Polish notation and reverse Polish notation respectively. Prefix is called Polish notation and postfix form is called reverse Polish notation. Here we are going to convert an infix expression into prefix form. Let Q be our arithmetic infix expression. You know that this Q contains operators, operands, left and right parentheses. And now we are going to convert such an infix expression into prefix form. And for conversion, we also use a stack to temporarily hold operators and right parentheses. ഇവിടെ നമ്മൾ സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൺവേർഷൻ നടത്തുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ എങ്ങനെയാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെയും സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൺവേർഷൻ നടത്തുന്നത്. We have an algorithm here and this algorithm is carried out by scanning the expression from right to left. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ത് ചെയ്യണത്, സ്കാൻ ചെയ്യണത്. നമുക്ക് നോക്കാം. Here we have a procedure. We have a procedure Polish Q comma P. Here Q is an arithmetic expression represented in infix form. നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ ആണ് Q. Our following algorithm finds the equivalent prefix expression P. നമ്മുടെ ഈ algorithm which will convert this infix to prefix form. ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്കാൻ Q from right to left and repeat steps 2 to 5 for each element of Q. എക്സ്പ്രഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്കാൻ ചെയ്യുക. ഓരോ എലമെൻറ്റിനും താഴെ കൊടുത്ത് സ്റ്റെപ്പ് 2 മുതൽ 5 വരെ റിപ്പീറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2, ആസ് വി ആർ സ്കാനിങ് വെൻ ആൻ ഓപ്പറാൻഡ് ഇസ് എൻകൗണ്ടേർഡ് സിംപ്ലി ആഡ് ഇറ്റ് ടു P. ഓപ്പറാൻഡ് കണ്ടു കഴിഞ്ഞാൽ Pയിലേക്ക് ആഡ് ചെയ്യുക. Next one, if a right parenthesis is encountered, push it onto stack. ഒരു റൈറ്റ് പരാന്തസ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇഫ് an operator is encountered, ഓപ്പറേറ്റർ കണ്ടു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി പോപ്പ് ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് to P each operator which are on the top of the stack which has higher precedence than this operator. That is, when as you scan, when an operator is encountered, repeatedly pop from stack. Stack in the pop ചെയ്യുക. എന്തേ പോപ്പ് ചെയ്യാവൂ? ഓപ്പറേറ്റേഴ്സേ പോപ്പ് ചെയ്യാവൂ, which should be on the top of the stack and has higher precedence than this operator. നമ്മൾ സ്കാൻ ചെയ്യുന്ന ഓപ്പറേറ്ററിനേക്കാളും ഹയർ പ്രിസീഡൻസ് ഉള്ളതും സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ഓപ്പറേറ്ററെ നമ്മൾ പോപ്പ് ചെയ്യുക. പോപ്പ് ചെയ്തതിന് ശേഷം അതൊക്കെ Pയിലേക്ക് ആഡ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓപ്പറേറ്ററും സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് B എന്നുള്ള സ്റ്റെപ്പിൽ പുഷ് ആർ ഓപ്പറേറ്റർ ഓൾസോ ഇൻ ടു സ്റ്റാക്ക്. പോസ്റ്റ് ഫിക്സിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇഫ് എ ലെഫ്റ്റ് പരാന്തസിസ് ഇസ് എൻകൗണ്ടേർഡ്. സ്കാൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് പരാന്തസ് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നാണ്. ലെഫ്റ്റ് പരാന്തസ് കണ്ടു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി പോപ്പ് ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് ടു P ഈച്ച് ഓപ്പറേറ്റർ until a right parenthesis is encountered. സ്റ്റാക്കിൽ നിന്ന് ഓരോ ഓപ്പറേറ്റർ ആയിട്ടും പോപ്പ് ചെയ്യുക. ദെൻ ആഡ് ടു P ഏതുവരെ പറയൂ, റൈറ്റ് പരാന്തസ് കാണുന്നത് വരെ. നെക്സ്റ്റ് റിമൂവ് ദ റൈറ്റ് പരാന്തസിസ്. അത് കഴിഞ്ഞാൽ റൈറ്റ് പരാന്തസിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്പാണ് ഓരോ എലമെൻറ്റിനും വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ 4 തരത്തിലുള്ള എലിമെൻറ്റ്സേ നമ്മൾ കാണുള്ളൂ. ഓപ്പറാൻസ്, ഓപ്പറേറ്റേഴ്സ്, ലെഫ്റ്റ് പരാന്തസ്, റൈറ്റ് പരാന്തസ്. ഓരോന്ന് കാണുമ്പോഴും എന്താ ചെയ്യേണ്ടത് നമ്മൾ അൽഗോരിതത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് റിപ്പീറ്റഡ്ലി പോപ്പ് ഈച്ച് എലമെൻറ്റ് ഫ്രം സ്റ്റാക്ക്
and add it to P until stack is empty. സ്റ്റാക്ക് എം ടി ആവണ വരെ ഓരോ എലമെൻറ്റും റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇത് സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അവസാനം പ്രിൻറ്റ് ദ എക്സ്പ്രഷൻ ഇൻ റിവേഴ്സ് ഓർഡർ. ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ, ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പോസ്റ്റ് ഫിക്സിന് വ്യത്യാസമായിട്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ പ്യുവർ ഫോമിലാവില്ല. അപ്പോൾ അത് പ്യുവർ ഫോം ആവാൻ വേണ്ടി എക്സ്പ്രഷനെ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈക്വിവാലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടുള്ളൂ. സ്റ്റെപ്പ് 8 എക്സിറ്റ്. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അൽഗോരിതത്തിൽ നമ്മളിവിടെ പറയുന്നത്. അൽഗോരിതം നമ്മൾ നോക്കിക്കഴിഞ്ഞു. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ എക്സാമ്പിളിൽ let us assume that our expression consists of only of operators, exponentiations, multiplications, divisions, addition and subtractions. നമ്മുടെ എക്സ്പ്രഷനിൽ നമ്മൾ 5 തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യണത്. ഇതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി എക്സ്പൊണൻഷിയേഷൻ ആണ്, നെക്സ്റ്റ് പ്രയോറിറ്റി ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ആൻഡ് ഫൈനൽ പ്രയോറിറ്റി ഗോസ് ടു അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് അൽഗോരിതം. അൽഗോരിതം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് ചെയ്യാം. ലെറ്റ് ആർ അരിത്തമെറ്റിക് ഇൻഫിക്സ് എക്സ്പ്രഷൻ ക്യൂ ബി ക്യൂ എ പ്ലസ് ബി സ്റ്റാർ സി മൈനസ് ഡി സ്ലാഷ് ഇ ഡോളർ എഫ് റൈറ്റ് പരാന്തസിസ് സ്റ്റാർ ജി റൈറ്റ് പരാന്തസിസ് സ്റ്റാർ ജി. ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ ഇവിടെ ഇൻഫിക്സ് എക്സ്പ്രഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകണം. പ്രിഫിക്സ് എക്സ്പ്രഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അതിൽ 4 കോളം ഉണ്ട്. ഫസ്റ്റ് കോളം സ്റ്റാൻഡ്സ് ഫോർ ദി സീരിയൽ നമ്പർ, ദെൻ സെക്കൻഡ് സ്റ്റാൻഡ്സ് ഫോർ ദ സിമ്പിൾ സ്കാൻഡ്, then the state of the stack and the expression P, equivalent ആയിട്ടുള്ള resultant expression. ഇവിടെ നമുക്കറിയാം, here we are scanning the expression from right to left. So first encountered symbol is H. This is an operand, so it is simply added to P. Next symbol scanned is star, star multiplication. It's an operator. ഒരു ഓപ്പറേറ്റർ കാണുമ്പോൾ നമ്മൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്തെങ്കിലും ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ പോപ്പ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഒന്നുമില്ല, അതുകൊണ്ട് ദിസ് സ്റ്റാർ ഇസ് സിംപ്ലി പുഷ്ഡ് ഇൻ ടു സ്റ്റാക്ക്. നെക്സ്റ്റ് റൈറ്റ് പരാന്തസിസ്. യു നോ ദാറ്റ് വെൻ എ റൈറ്റ് പരാന്തസിസ് ഇസ് എൻകൗണ്ടേർഡ് പുഷ് ഇറ്റ് ഓൺ ടു സ്റ്റാക്ക്. നമ്മൾ ചെയ്തു. നെക്സ്റ്റ് സിമ്പിൾ സ്കാൻഡ് ഇസ് ജി. ജി സിംപ്ലി ആൻ ഓപ്പറാൻഡ്, സോ ആഡ് ടു പി. അതുകൊണ്ടാണ് പിയിൽ HG വന്നത്. നെക്സ്റ്റ് സ്റ്റാർ അഗെയിൻ ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്റർ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ വല്ല ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടത്. സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഓപ്പറേറ്റർ ഒന്നും ഇല്ല, അതുകൊണ്ടൊന്നും പോപ്പ് ചെയ്യാനും പിയിലേക്ക് ആഡ് ചെയ്യാനും ഇല്ല. നമ്മുടെ ഈ സ്റ്റാർ എന്ന ഓപ്പറേറ്റർ സിംപ്ലി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്തത് വീണ്ടും ഒരു റൈറ്റ് പരാന്തസ് ആണ്. ആ റൈറ്റ് പരാന്തസും നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്തത് എഫ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറാൻഡാണ്, അതുകൊണ്ട് പിയിലേക്ക് ആഡ് ചെയ്യാണ്. സ്റ്റാക്കിൽ മാറ്റങ്ങളൊന്നുമില്ല, നമ്മൾ പി അപ്ഡേറ്റ് ചെയ്തു. അടുത്ത ഡോളർ. ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററാണ്. ഒരു ഓപ്പറേറ്റർ കാണുമ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ വല്ല ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ, ഹയർ പ്രസിഡൻസിലുള്ള ഓപ്പറേറ്റർ ഉണ്ടെങ്കിലേ മൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓപ്പറേറ്റർ ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഈ ഡോളർ എന്ന സിമ്പിൾ സിംപ്ലി നമ്മൾ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്തു, പുഷ് ചെയ്തു. HGF ഇവിടെ തന്നെ ഉണ്ട്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറാൻഡാണ്, അതുകൊണ്ട് സ്റ്റാക്കിൽ മാറ്റമൊന്നുമില്ല, എക്സ്പ്രഷൻ പിയിലാണ് ആഡ് ചെയ്യണത്. സോ HGF എന്നായി. നെക്സ്റ്റ് സ്ലാഷ്. അതൊരു ഓപ്പറേറ്ററാണ്. ഒരു ഓപ്പറേറ്റർ കാണുമ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ഹയർ പ്രസിഡൻസിലുള്ള ഓപ്പറേറ്ററിനെ മാറ്റണം. സ്ലാഷിനേക്കാളും ഹയർ പ്രസിഡൻസിലുള്ള ഓപ്പറേറ്ററാണ് ഡോളർ. അത് സ്റ്റാക്കിൻ്റെ ടോപ്പിലാണ് ഉള്ളത്. സോ ഡോളർ ഇസ് റിമൂവ്ഡ് ആൻഡ് ഈസ് ആഡഡ് ടു പി. And our operator slash is also pushed into stack. സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എത്ര ഓപ്പറേറ്റേഴ്സ് ഹയർ പ്രസിഡൻസ് ഉണ്ടെങ്കിലൊക്കെ ചെയ്യണം. ഇവിടെ ആകെ ഒരെണ്ണയുള്ളൂ, അതുകൊണ്ടാണ് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് കഴിഞ്ഞത്. അടുത്ത ഡി. ഡി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഓപ്പറാൻഡാണ്, അതുകൊണ്ട് സിംപ്ലി സ്റ്റാക്കിൻ്റെ പിയിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ലെഫ്റ്റ് പരാന്തസ് ആണ് നമുക്ക് കിട്ടണത്. ലെഫ്റ്റ് പരാന്തസ് കിട്ടുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യണത് നേരത്തെ കൂടെ നോക്കേണ്ടിയിരിക്കണു. ലെഫ്റ്റ് പരാന്തസ് കാണുമ്പോൾ ഓരോ എലമെൻസും സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തിട്ട്
പിയിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഏത് കിട്ടുന്നവരെ? ഒരു റൈറ്റ് പരാന്തസ് കാണുന്നവരെ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ലാഷ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പിയിലേക്ക് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഡിയുടെ എൻഡിൽ അങ്ങനെ വന്നത്. പിന്നെ പോപ്പ് ചെയ്ത റൈറ്റ് പരാന്തസിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കൊരു മൈനസ്, ഒരു ഓപ്പറേറ്ററാണത്. ഓപ്പറേറ്റർ ആയതുകൊണ്ട് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ഹയർ പ്രിസിഡൻസിലുള്ള ഓപ്പറേറ്ററിനെ നമ്മൾ മാറ്റണം. സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഓപ്പറേറ്റർ ഉണ്ട്, അത് നമ്മുടെ ഈ മൈനസിനേക്കാളും ഹയർ പ്രിസിഡൻസിലുള്ള സ്റ്റാറാണുള്ളത്. അതുകൊണ്ട് സ്റ്റാറിനെ റിമൂവ് ചെയ്തിട്ട് പിയിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ മൈനസുള്ള ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്ത സിമ്പിൾ സ്കാൻ ചെയ്യണത് സി ആണ്. സി ഒരു ഓപ്പറാൻഡ് ആണെന്നുള്ളത് കൊണ്ട് സ്റ്റാക്കിൽ മാറ്റില്ല, നമ്മൾ പിയുടെ എൻഡിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും ഒരു സ്റ്റാറാണ്. സ്റ്റാർ ഒരു ഓപ്പറേറ്ററാണ്. പക്ഷെ സ്റ്റാക്കിൻ്റെ ടോപ്പിലൊരു ഓപ്പറേറ്റർ ഉണ്ട്, പക്ഷെ അത് സ്റ്റാറിനേക്കാളും ഹയർ പ്രിസിഡൻസ് ഉള്ളതല്ല. അതുകൊണ്ട് പോപ്പ് ചെയ്യുകയും പിയിലേക്ക് ആഡ് ചെയ്യുകയും വേണ്ട. നമ്മുടെ ഈ ഓപ്പറേറ്റർ ആയിട്ടുള്ള സ്റ്റാർ സ്റ്റാക്കിലേക്ക് സിംപ്ലി മൂവ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇവിടെ പിക്ക് മാറ്റില്ല. നെക്സ്റ്റ് ബി ഒരു ഓപ്പറാൻഡ് ആണ്. അപ്പോൾ സിംപ്ലി പിയിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് സ്റ്റാക്കിൽ മാറ്റില്ല, ബി എൻഡ് ഇവിടെ ആഡ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും ഒരു ലെഫ്റ്റ് പരാന്തസിസ് ആണ് കണ്ടത്. ലെഫ്റ്റ് പരാന്തസ് കാണുമ്പോൾ സ്റ്റാക്കിൽ നിന്ന് ഓരോ എലമെൻസും പോപ്പ് ചെയ്തിട്ട് പിയിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അതാണ് ഈ സ്റ്റാർ പോപ്പ് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്തു. ഈ മൈനസ് പോപ്പ് ചെയ്തു, പിയിലേക്ക് ആഡ് ചെയ്തു. പിന്നെ കിട്ടുന്ന ഈ റൈറ്റ് പരാന്തസിസ് പോപ്പ് ചെയ്തിട്ട് ഡിസ്കാർഡ് ചെയ്തു. അതുകൊണ്ടാണ് ലെഫ്റ്റ് പരാന്തസ് കണ്ട പിന്നെ സ്റ്റാർ മാത്രമേ ഉള്ളൂ. ഈ ഒരു മാറ്റം പിയിൽ വരികയും ചെയ്തു. ഇനി ഒരു പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്ററാണ്. പക്ഷെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഈ പ്ലസ്സിനേക്കാളും ഹയർ പ്രിസിഡൻസ് ഉള്ള സ്റ്റാർ ഉള്ളത് കൊണ്ട് ഈ സ്റ്റാറിനെ റിമൂവ് ചെയ്തിട്ട് പോപ്പ് ചെയ്തിട്ട് നമ്മൾ പിയിൽ ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ പ്ലസ് എന്ന ഓപ്പറേറ്റർ പിയിലേക്ക് സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. ഇനി ലാസ്റ്റ് എ ആണ്. എ എന്ന് പറഞ്ഞ ഒരു ഓപ്പറാൻഡാണ്, അതുകൊണ്ട് സ്റ്റാക്കിൽ മാറ്റമൊന്നുമില്ല, നമ്മൾ പിയുടെ എൻഡിൽ നമ്മളതിനെ അറ്റാച്ച് ചെയ്തു. ഇപ്പം നമ്മുടെ സ്കാനിങ് അല്ലെ, വി ഫിനിഷ്ഡ് ആർ സ്കാനിങ് ഫ്രം right to left. Then after that one more step remains. What is that step? That step is pop the remaining elements from stack and add it to P. Only one more element is there in the stack, which is a plus operator. So this is also removed and added to P. So adana pop remaining elements from stack and add it to P. So after this P becomes HGFE $D /*CB* -*A പ്ലസും കൂടെ ഇവിടെ ആഡ് ചെയ്തു. കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ദെൻ യു ഷുഡ് പ്രിൻറ്റ് എക്സ്പ്രഷൻ ഇൻ റിവേഴ്സ് ഓർഡർ. ഇതല്ല നമ്മുടെ എക്സാക്ട് എക്സ്പ്രഷൻ. നമ്മുടെ എക്സാക്ട് എക്സ്പ്രഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമാണ് റിസൾട്ടൻ എക്സ്പ്രഷൻ കിട്ടുക. സോ ദ റിസൾട്ടൻ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു P പ്ലസ് റിവേഴ്സ് ഓർഡറിലാണ്. സോ ഫസ്റ്റ് പ്ലസ്, then A, then star, then minus, then star, B, C, star, /D, $E, F, G, H. അങ്ങനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ അതിനെ പ്രിൻറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള പ്രിഫിക്സ് എക്സ്പ്രഷൻ. So we have converted our infix expression into their equivalent prefix form using the above algorithm. Okay, thank you.